വിശുദ്ധായിൽ സ്നേഹമുള്ളവരെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിനും അതോടൊപ്പം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിന്റെ ഏകജാതനും നമ്മുടെ രക്ഷകനുമായ ഈശോയുടെ തിരുജനനത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ് ഈ ക്രിസ്മസ് നാളില്. ഈ പിറവി തിരുനാളില് ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം. ഇതിന് പല ട്രാൻസ്ലേഷനുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നും പരാവർത്തനം ചെയ്യാം. ഈശോയുടെ ജനന സംബന്ധമായ കാര്യങ്ങൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകനാണ്. സമകാലീന ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ സുവിശേഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ അവസരത്തില് ഈ ചാൾസ് ഡിക്കൻസ് എന്ന പ്രസിദ്ധനായ നോവലിസ്റ്റ്, ആംഗ്ലേയ നോവലിസ്റ്റ്, പല നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചാൾസ് ഡിക്കൻസ് പേപ്പേഴ്സ് പോലെ ക്രിസ്മസ് കരോൾ, ഇതൊരു നോവലിന്റെ പേരാണ് ക്രിസ്മസ് കരോൾ. അതിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രം എബിനേസർ സ്ക്രൂജ് എന്ന് പറയുന്ന അത് വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. അയാളെ കേന്ദ്രീകരിച്ചാണ് ക്രിസ്മസ് കരോൾ എന്ന നോവല് കടന്നു പോകുന്നത്. ഇയാളൊരു ധനാഢ്യനായി, എന്നാൽ അത് വിശുദ്ധനായതുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ചെയ്യില്ല, ആർക്കും ഒന്നും ചെയ്യുകയില്ല. ഒരു മാനുഷികമായ സംസാര രീതിയോ പെരുമാറ്റ ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു ക്രിസ്മസിന്റെ തലേന്ന് നടന്ന കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്മസ് തലേന്ന് ക്ഷണിക്കാൻ വന്ന മരുമകനെ തെറിവിളിച്ചു പറഞ്ഞു. നമ്മുടെ ക്രിസ്മസ് കരോളിന് എഴുന്നേൽക്കാനായിട്ട് മനസ്സില്ലാത്ത ചുരുക്കം ചില ആളുകളുണ്ട്. എഴുന്നേൽക്കാനായിട്ട് മനസ്സില്ലാത്തവര് കരോളുമായിട്ടൊക്കെ കിടന്നു ചെല്ലുമ്പോൾ കുറെ വെയിറ്റ് ചെയ്താല് അത് കുഴപ്പമില്ല. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഇയാളെ കൊടുത്ത് വരുത്താവുന്ന ഇയാളെ തെറി വിളിച്ചു. നമ്മുടെ ആൾക്കാർ നല്ലവർക്ക് തെറിയൊന്നും വിളിക്കാറില്ല. തെറി വിളിച്ചാൽ പിന്നെ ആ നാട്ടുകാരൊക്കെ പോവുകയും. ഒന്നാമതായിട്ട് ജീവകാരുണ്യം ക്രിസ്മസൊക്കെ ആണെന്ന് ജീവകാരുണ്യ പിരിവ് നടത്താം എന്ന് കുറെ ആളുകൾ അവിടെ ചെന്നു. അവരെ എല്ലാം വഴക്ക് പറഞ്ഞു ഓടിച്ചു. പിന്നെ കരോൾ സംഘം പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നു. അവരെ കല്ലെറിഞ്ഞു കൊടുക്കുന്നതാണ്. എന്താണ് ഗ്രന്ഥകാരൻ പറയുന്നത്? അവധി ചോദിച്ചുകൊണ്ട് വേലക്കാരൻ ക്രിസ്മസ് ആണ്, ഒരു 2 ദിവസം അവധി വേണം. അപ്പൊ വേലക്കാരനെ തെറി പറഞ്ഞു. അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അയാളുടെ സമ്പത്തുമായിട്ട് അത് വിശുദ്ധനായിട്ട് അയാൾ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഒന്ന് രാത്രി, ആ രാത്രിയിൽ 3 അരുവികൾ അയാളെ സന്ദർശിക്കുന്നതാണ്. 3 അരുവികൾ അയാളെ സന്ദർശിക്കുകയാണ്. ഒന്ന് ഭൂതകാലത്തിന്റെ അരുവിയാണ്. എല്ലാവർക്കും ഭൂതകാലമുണ്ട്. കഴിഞ്ഞ കാലമാണ് ഭൂതകാലം എന്ന് പറയുന്നത്. അയാളുടെ ബാല്യകാലം, ശൈശവം, നിഷ്കളങ്കത, മറ്റ് സമപ്രായത്തിലുള്ള കൂട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഊഷ്മളമായ ജീവിത രീതികള്, കൂട്ടുകെട്ടുകള്, ഇങ്ങനെ ജീവിതത്തിന്റെ അകലില്ലാതെ കളിച്ചും തിരിച്ചും ഒക്കെ നടന്ന ബാല്യകാലം അയാളുടെ ഓർമ്മയിൽ വരികയാണ്. രണ്ടാമതായിട്ട് വർത്തമാനകാലത്തിന്റെ അത് മറ്റുള്ളവരിൽ നിന്നും അവകാശനായിട്ട് ഇയാൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. ഇയാൾക്ക് സാമൂഹ്യ ബന്ധങ്ങളൊന്നുമില്ല, ആരുമായിട്ട് ബന്ധങ്ങളില്ല. സ്വന്തം സമ്പത്തൊക്കെ കാപ്പി സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധത്തരവുമായിട്ട് അയാൾ അങ്ങനെ ജീവിക്കുകയാണ്. പാർക്കൊന്നും ഒരു നന്മയും ചെയ്യുകയില്ല. ആരും വീട്ടിലേക്ക് കയറി വരുന്നത് ഇഷ്ടമല്ല. ചില സമ്പന്നന്മാര് നമ്മുടെ നാട്ടിലെങ്കിലും ചെയ്തങ്ങളിലൊക്കെ ഉണ്ട്. വലിയ മതിലൊക്കെ കെട്ടി, ജയില് പോലെയുള്ള മതിലൊക്കെ കെട്ടി അടച്ച് അൽസേഷനായി വളർത്തി ഒരു വിഷക്കാരോട് വീട്ടിലേക്ക് കയറി വരരുത് എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ആ നാട്ടുകാരെപ്പോൾ അവിടെ കയറുന്നത്
ഗേറ്റിന്റെ വാതായനങ്ങൾ തുറന്നിടാത്ത ആളുകള് ആ വീട്ടിലേക്ക് മരിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി എന്തിനാ പോകുന്നതെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പല മനുഷ്യരും അങ്ങനെ കയറി നോക്കില്ല. കാരണം ഈ നിലയുള്ള കെട്ടിടങ്ങളൊക്കെ പണിതീർത്ത് പണമുണ്ടെങ്കിൽ എല്ലാമായി ചിന്തിച്ച് ആർക്കൊരു ഉപകാരം ചെയ്യാതെ സ്വന്തം സമ്പത്തിൽ അഭിനമിച്ചുകൊണ്ട് ജീവിതം അനുഭവിക്കുന്ന വ്യക്തികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഈ നോവൽ എഴുതിയ കാലത്ത് നോവൽ എഴുതിയ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. ഈ പറയുന്ന എബിനേസർമാർ. കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലിപി ഇത് ഭാവികാലത്തിന്റെ ലിപിയാണ്. അത് ഇയാൾ മരിച്ചു. ഇയാൾ മരണത്തെ പറ്റി ആ ഭൂതം കാണിക്കുകയാണ്. ഇയാൾ മരിച്ചു കിടക്കുക. മരിച്ചു കിടക്കുമ്പോഴ് ആളുകളധികം കൊണ്ട് കേട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ, കാരണം ഒരു ഉപകാരം ചെയ്യാത്ത മനുഷ്യന്റെ സംസ്കാരം ചടങ്ങിൽ എന്തായാലും അഭ്യുപാരാധിക്കാനായിട്ട് ആളുകൾക്ക് പോകാനായിട്ട് വിശ്രമത അധികം ആളുകളൊന്നും കഴിയില്ല. ഇയാളൊന്നും കിടക്കുക. ഏതായാലും അടക്കേണ്ടതുകൊണ്ട് വർഷാളുകളൊക്കെ ഉണ്ട്. അവകാശങ്ങളില്ലാത്ത സമ്പത്ത് ഇയാൾക്ക് ആർക്കൊന്നും എഴുതി വെച്ചിട്ടില്ല. അവകാശങ്ങളില്ലാത്ത സമ്പത്ത് അത് സർക്കാരിന് എത്തിക്കണം. സർക്കാരിന്റെ അവകാശം ആരും അവകാശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇയാൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു. അപ്പൊ ഈ ചിന്ത ഈ മാലാക ഇത് ദൂതനെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ, ഈ അരൂപിയെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അയാൾക്ക് വ്യത്യാസമുണ്ടായി. അയാൾ തീരുമാനിക്കുകയാണ് ഏതായാലും പള്ളിയിൽ പോയി കളയാം. ഇയാൾ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം പള്ളിയിൽ പോയി. ഇയാൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ തുടങ്ങി, ഉപകാരം ചെയ്യാനായിട്ട് തുടങ്ങി. ഇയാൾ സ്വീകാര്യനായി, ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ ജീവിക്കാൻ തുടങ്ങി. ഇയാൾ മനുഷ്യജീവിതത്തിന്റെ സാമൂഹ്യ തലങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് തുടങ്ങി. ഇയാളില് വലിയ മാറ്റം ഉണ്ടായി. അതാണ് ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന ഈ കഥയില് ചാൾസ് ഡിക്കൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നോവല്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ഏകജാതനായ യേശു നമ്മുടെ രക്ഷയ്ക്കും വിമോചനത്തിനും വേണ്ടി അപ്പത്തിന്റെ പട്ടണമായ ബെത്ലഹേമിൽ ജനിച്ചതിനെ നമ്മൾ അനുസ്മരിക്കുകയാണ്. അതാണ് ക്രിസ്മസ്. ഈശോയുടെ ജനനത്തെ പറ്റി ചരിത്ര പുരുഷനായ ഈശോ ഇപ്പൊ ചരിത്രപരമായ സാഹചര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകൻ യേശുവിന്റെ ജനസംബന്ധിയായ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അഗസ്റ്റസ് സീസറിന്റെ കാലത്ത് കനേഷ്മാരി എന്ന് പറഞ്ഞാൽ സെൻസസ് നടത്തി. ഈ അഗസ്റ്റസ് സീസറിന് വേറൊരു പേരുള്ള ഒക്ടേവിയൻ റോമില് കോൺസലായിരുന്ന മാർക്കാന്റണിയുടെ കാമുകിയായിരുന്ന ക്ലെയോപാട്ര ഇവരെയൊക്കെ തോൽപ്പിച്ച് ഒക്ടേവിയൻ സീസറായി. റോമിലെ ഭരണാധികാരിയായി, ചക്രവർത്തിയായി അഗസ്റ്റസ് സീസർ എന്നറിയപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഇയാൾക്കെതിരെ യുദ്ധം ചെയ്യാനും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയുന്നത് സമാധാനത്തിന്റെ കാലം, പാഴ്സ് റൊമാന എന്നാണ് ആ കാലഘട്ടത്തെ പറ്റി പറയുന്നത്. അങ്ങനെ യുദ്ധരഹിതവും സമാധാനപൂർണവുമായ കുറെ വർഷങ്ങൾ ഉണ്ടായി. ആ കാലഘട്ടത്തിലാണ് യേശുവിന്റെ ജനനം. അപ്പൊ കനേഷുമാരി BC 8 അദ്ദേഹത്തിന്റെ കാലത്ത് BC 8 കനേഷുമാരി ജനസംഖ്യ കണക്കെടുപ്പ് നടത്തി. സിറിയയിലും ഇസ്രയേലും BC 6-നും 4-നും ഇടയ്ക്കാണ് കനേഷുമാരി നടന്നത് എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ചരിത്രപരതയിൽ നോക്കുമ്പോൾ BC 6 മുതൽ കിരിനിയോ സിറിയയിൽ ഭരണാധികാരിയായിരുന്നു. അതേപ്പറ്റി ടസിറ്റസിന്റെ ആനൽസ് എന്ന് പറയുന്ന ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് യേശു ദാവീദിന്റെ വംശജനാണ്.
ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് യേശു വരേണ്ടത്. ബേത്ലഹേമാണ് ദാവീദിന്റെ ജനനസ്ഥലം, ദാവീദിന്റെ പട്ടണം. നസറത്തിലാണ് യേശു തിരുക്കുടുംബം ജീവിച്ചു തരുന്നതെങ്കിലും ബേത്ലഹേമിലേക്ക്, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് സെൻസസിന്റെ ആവശ്യത്തിനായിട്ട് യോസേഫ് പിതാവും മാതാവും ദീർഘമായ യാത്ര ചെയ്തു പോയി എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. ഏകദേശം 150 കിലോമീറ്റർ താഴെയുള്ള അകലം യാത്ര ചെയ്തു. ജെറുസലേമിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ബേത്ലഹേം എന്ന വാക്കിന്റെ അടുത്ത് അപ്പത്തിന്റെ പട്ടണമാണ്. അപ്പത്തിന്റെ പട്ടണത്തിലെത്തി. ആ സമയത്താണ് പരിശുദ്ധ മറിയത്തിന് പ്രസവ സമയമായത്. അവിടെ സത്രങ്ങൾ ഉണ്ടായിരുന്നു. കാട്ടിക്കുന്ന ലോറി വരെയുള്ള സത്രങ്ങൾ അവർക്ക് അന്വേഷിച്ചു. സുവിശേഷത്തിൽ പറയുന്നത് there was no place in the inn. സത്രത്തിൽ അവന് സ്ഥലം ലഭിച്ചില്ല. അല്ലെ, യോഹന്നാൻ സുവിശേഷകൻ പറയുന്ന ഒരു വചനമുണ്ട്, he came to his home and his own received him not. അവൻ സ്വന്തം ജനങ്ങളെ അടുത്തേക്ക് വന്നാൽ സ്വന്തം സുഖീർ അവനെ സ്വീകരിച്ചില്ല. അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനായിട്ട് വരം നൽകിയതാണ് യോഹന്നാൻ സുവിശേഷത്തിലൂടെ നമ്മൾ പറയുന്നത്. മൂന്ന് വിജ്ഞാനികള് പൂജാരാജാക്കന്മാരെന്ന് പറയും. കിഴക്ക് രക്ഷകൻ ജനിച്ചതിന്റെ, യൂതന്മാരുടെ രാജാവായ രക്ഷകൻ ജനിച്ചതിന്റെ അത്ഭുത നക്ഷത്രങ്ങൾ കണ്ടുകൊണ്ട് ആ പുണ്യ ശിശുവിനെ കാണുവാനും കാഴ്ചകൾ നേർച്ചകാഴ്ചകൾ സമർപ്പിക്കാനുമായിട്ട് നക്ഷത്രയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്തു. അവർ ഹെറോസിന്റെ കൊട്ടാരത്തിലെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഹെറോസ് രാജാവ് അവിടെയുള്ള പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി രക്ഷകൻ ജനിക്കുന്നത് എവിടെയാണെന്ന് അറിയാനായിട്ട് താല്പര്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു യൂദയായിലും ബേത്ലഹേമിലാണ്. മിക്കാപ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രവചന പുസ്തകത്തില് യൂദയായിലെ ബേത്ലഹേമിലാണ് യേശു ജനിക്കേണ്ടത്. അതുകൊണ്ട് ഹെറോസ് പറഞ്ഞു, നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ദിവ്യ ശിശുവിനെ വണങ്ങി തിരിച്ചു വരുമ്പോൾ എനിക്കും ശിശുവിനെ വണങ്ങണമെന്നുണ്ട്. എന്നാൽ അവർ തിരിച്ചു വന്നില്ല. സ്വപ്നത്തിലെ ദർശനമനുസരിച്ച് മറ്റൊരു വഴിയെ പോയി എന്നാണ് വചനത്തിൽ പറയുന്നത്. ഈ മാലാഖമാര് അവരുടെ സന്ദേശം ഇങ്ങനെയാണ്: ആത്മീയമായ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ലൂക്കാ 2:10 വചനങ്ങള് മാലാഖമാരുടെ ഗീതമാണ്. നമ്മൾ വിശുദ്ധ കുർബാന രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം. ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ദേവോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. ആരായി സന്മനസ്സുള്ളവർ? ജീവിതത്തിന്റെ ദൈവത്തിന്റെ അഭിഷ്ടമനുസരിച്ച് ക്രമീകരിക്കുന്നവര്, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവര്, ദൈവത്തിന്റെ വചനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കാത്തവര്, നന്മ ചെയ്യുന്നവര്, വചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവര്, അവരാണ് സന്മനസ്സുള്ളവര്. ജെറുസലേം എന്ന് പറഞ്ഞാൽ സലേം രാജാവ് മെൽക്കിസെദെക്കിന്റെ പട്ടണമാണ്. സമാധാനത്തിന്റെ നഗരയാണ് ജെറുസലേം. യേശുവാണ് പുതിയ നിയമത്തിൽ യഥാർത്ഥ മെൽക്കിസെദെക്ക്, നീതിയുടെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ്. അതാണ് മെൽക്കിസെദെക്കിനെ പറ്റി പറയുന്നത്. യേശുവിനെ പറ്റിയും പറയുന്നതാണ്. സമാധാനത്തിന്റെ രാജാവാണ്, നീതിയുടെ രാജാവാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നൊരു വചനമുണ്ട്: ദൈവം മനുഷ്യനായത് മനുഷ്യരെ ദൈവങ്ങളാക്കാൻ വേണ്ടി, ദൈവമാക്കാൻ വേണ്ടിയാണ്. പാപം മൂലം അകപ്പതിച്ച മനുഷ്യവംശത്തിന്റെ വിമോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ദൈവത്തിനായ ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചു എന്നാണ് വചനത്തിലൂടെ നമ്മൾ മനസ്സിൽ പഠിക്കുക. തൃക്കൂട്ടിലെ ലാളിത്യം അത് ദൈവികതയുടെ ലക്ഷണമാണ്.
ഈ ക്രിസ്മസ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ട അവസരമാണ്. അവശര്, ഭവനരഹിതര്, ആരും സഹായിക്കാനില്ലാത്തവരുടെയൊക്കെ ഇരുന്നാളാണ്. ഈശോയ്ക്ക് പിറക്കാനായിട്ട് കാര്യത്തൊടുത്താണ് ലഭിച്ചത് നമുക്കറിയാം. അങ്ങനെ ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയില് ലോകത്തിലേക്ക് അവതരിച്ച ഈശോ, ആ ഈശോയുടെ കൂട്ടുകാര് ഇല്ലാത്തവരും നിരാലംബരും ഭവനരഹിതരും ആരും സഹായിക്കാനില്ലാത്തവരും ഒക്കെയാണ്. ഒരിക്കൽ ഒരു വർഷം ഒരു സംസ്കാരത്തിൽ കൂടാതെ ഒരിക്കലച്ഛൻ്റെ ഒരു ആശ്രമത്തില് അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു പ്രസംഗം നടത്തുന്നുണ്ട്, ഒരു 13 ധ്യാനം ഒരു ഭക്ഷണത്തിനുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനുകൊണ്ട് ഇപ്പോഴത്തെ തലശ്ശേരിയുടെ പ്രൊപ്പറേറ്റ് അച്ഛനും അച്ഛനൊരു തോന്നുന്നു ഞങ്ങൾ 2 അച്ഛന്മാരവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സംസ്കാര കർമ്മം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ, 1 മാസം മുമ്പ് കൊണ്ടുവന്ന അഡ്രസ് ഇല്ലാത്ത മനുഷ്യൻ, വഴിയിലുണ്ടായിരുന്ന മനുഷ്യൻ, അവരെ കൊണ്ടുവന്ന് ചികിത്സിച്ചു, ശുശ്രൂഷിച്ചു, ആഹാരം കൊടുത്തു. മകനായിട്ട് ചികിത്സയുടെ കുട്ടികളത്തിനെല്ലാവരെയും മക്കളായിട്ടാണ് ചികിത്സം, കുട്ടികളത്തിനുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ 1 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ആ സംസ്കാരത്തിന്റെ സമയത്താണ് ഞങ്ങളുടെ ആശ്രമത്തിൽ ഞാനും അച്ഛനോടെ ചെല്ലുന്നത്. അപ്പൊ ഞങ്ങളും ആ സംസ്കാരത്തിന് സാക്ഷികളായിട്ട് അവിടെയുണ്ട്. ഞങ്ങളെ പ്രാർത്ഥിച്ചു. അച്ഛൻ അവരോട് പറഞ്ഞു, അവിടെ ഇതിൽ സംബന്ധിക്കുന്ന ധ്യാനത്തിനവരോട് പറഞ്ഞു, ഇവനാരുമില്ല, ആരും അവന് അന്ത്യചുംബനം നൽകാനായിട്ട് ആരുമില്ല. അവിടെ നമ്മളാണ് അന്ത്യചുംബനം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അച്ഛൻ ആദ്യം അവന് മുത്തം കൊടുത്തു. അതുപോലെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവന് അന്ത്യോപചാരം അർപ്പിച്ചു, മുത്തം നൽകി. അതാണ് കുട്ടികളെ. ജീവിതം എങ്ങനെയാണ് മനോഹരമാക്കാനായിട്ട് കഴിയുന്നത്? നമുക്ക് സന്തോഷം ലഭിക്കുക എങ്ങനെയാണ്? എല്ലാവർക്കും വേണ്ടത് സന്തോഷം കൊടുക്കാതെ കിട്ടുകയില്ല. മനോഹരമായൊരു പുഞ്ചിരി മറ്റുള്ളവരെ കാണുമ്പോൾ അതൊരു നല്ലതാണ്. ഇതിൽ ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ, ഇതുപോലെ മക്കള്, ഇങ്ങനെ സന്തോഷമുള്ള കുടുംബാന്തരീക്ഷം, ചിരിക്കുകയും സംസാരിക്കുകയും പരസ്പരം ആശീർവദിക്കുകയും ചെയ്യുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ് പടുത്തുയർത്തേണ്ടത്. അതാണ് പുഞ്ചിരിയുടെ നല്ല വാക്ക്, അല്പം പരിഗണന, സഹായം അറിയിക്കുന്നവരുടെ സഹായം. ഇവരെ മറ്റുള്ളവരെ എമ്പതിക്ക് കീറിഞ്ഞെന്ന് പറയും, മറ്റൊരു പറയുന്നത് കേൾക്കുക. ഈ ഓർമ്മ നിലനിൽക്കാനായിട്ട് വാർദ്ധക്യത്തിലുള്ള മനുഷ്യരെ പറ്റി മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ? പ്രായമായവരുടെ വീരകൃത്യങ്ങളേക്കാനായിട്ട് പുതിയ തലമുറയ്ക്ക് മനസ്സുമില്ല, നേരവുമില്ല. ഇനി ഇവരാരോടാ പറയേണ്ടത്? കൂടി പ്രായമായവരെ സന്ദർശിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നത് മനോഹരമാണ്. ഇവരുടെ ഓർമ്മ നിലനിർത്താനായിട്ട് സഹായിക്കും. ഏത് അവയാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ, കൈയാണെങ്കിൽ പൊക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ കൈകൊണ്ടിയാണ്. അതുപോലെ സംസാരശക്തിയും കേൾവിയും മനുഷ്യന്റെ ഈ കഴിവുകളെല്ലാം പ്രയോജനപ്പെടുത്തിയാലേ അതെല്ലാം മനോഹരമായിട്ട് നിലനിൽക്കുകയും. ക്രിസ്മസ് അനുരഞ്ജനത്തിന്റെ ഉത്സവമാണ്. സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. അതുകൊണ്ട് നമുക്ക് സുമാനസരാകാം. അനുരഞ്ജനത്തിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കാം. മറ്റുള്ളവരെ ആദരവോടെ കാണാം. സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലുള്ളവരെ സഹായിക്കാം. അഹന്തയില്ലാതെ മര്യാദയോടുകൂടി ജീവിക്കാം. നാളെ കടന്നു പോകേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. പിതാവിന്റെ ക്രിസ്മസിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു.